രാവണ നിഗ്രഹത്തിനു ശേഷം ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് മോചിതനാകാൻ ശ്രീരാമൻ പരമശിവനെ തപസ് ചെയ്ത ദേവപ്രയാഗിലേക്കും രഘുനാഥ ക്ഷേത്രത്തിലേക്കുമാണ് ഇന്നത്തെ യാത്ര. വൈകുന്നേരത്തോടു കൂടിയാണ് രുദ്രപ്രയാഗിൽ നിന്നുള്ള മടക്കം. നേരെ ദേവപ്രയാഗിലേക്കാണ്. 66 കിലോമീറ്റർ ആണ് ദൂരം. ഇടയ്ക്ക് ഒരു പ്രധാന സിറ്റിയായ ശ്രീനഗർ കഴിഞ്ഞാണ് ദേവപ്രയാഗിലെത്തുക. മലയിടിഞ്ഞുപോയ മറ്റൊരു സ്ഥലമാണിത്. ഹിമാലയത്തിൽ മഴക്കാലത്താണ് മണ്ണിടിച്ചിൽ കൂടുതലായും ഉണ്ടാകുന്നതെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇവിടങ്ങളിൽ മണ്ണിടിഞ്ഞ് റോഡ് തടസ്സപ്പെടാം. പക്ഷേ ദ്രുതഗതിയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടും. അതാണ് പ്രത്യേകത. അതിനുള്ള സംവിധാനങ്ങൾ എപ്പോഴും പല ഭാഗങ്ങളിലും സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അളകനന്ദയ്ക്കൊപ്പമാണ് യാത്ര. ഒന്ന് ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഈ കടയുടെ പുറകുവശം മുഴുവൻ കടുക് കൃഷിയാണ്. മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ആറുമണിയോടുകൂടി ദേവപ്രയാഗിലെത്തി. ഈ ഹോട്ടലിലാണ് ഇന്നത്തെ താമസം. പുതിയ ഹോട്ടലാണ്. നല്ല സൗകര്യമുള്ള മുറിയാണ്. വലിപ്പവുമുണ്ട്. വെള്ളം ചൂടാക്കാൻ ഗീസറുള്ള നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ്. ഒരു കബോർഡിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ബ്ലാങ്കറ്റ് എല്ലാം ഉണ്ട്. നേരെ മുൻപിൽ നദിക്കപ്പുറമാണ് രഘുനാഥ ക്ഷേത്രവും. ധാരാളം പേർ മുറിയെടുത്തിട്ടുണ്ട്. താഴെ തന്നെ ഒരു റെസ്റ്റോറന്റുമുണ്ട്. 1200 രൂപയാണ് മുറിവാടക. നേരത്തെ ഭക്ഷണം കഴിച്ച് ഒന്ന് നടക്കാനിറങ്ങി. ഇതാണ് ക്ഷേത്ര പരിസരത്തിന്റെ രാത്രി കാഴ്ച. സെൻട്രൽ ഗവൺമെന്റിന്റെ സംസ്കൃത യൂണിവേഴ്സിറ്റിയാണ് ഈ കാണുന്നത്. ആർത്തലച്ച് രൗദ്രഭാവത്തിലൊഴുകുന്ന ഭാഗീരഥി നദി. നദിക്ക് കുറുകെയുള്ള തൂക്കുപാലത്തിലെത്തി. 260 മീറ്റർ ഉയരമുള്ള ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമായ തെഹ്രി ഡാം ഭാഗീരഥി നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതൊരു മുന്നറിയിപ്പ് ബോർഡാണ്. ഡാം തുറക്കുന്ന ഘട്ടത്തിൽ നദിയിലെ ഒഴുക്ക് കൂടുമെന്നതിനാൽ ഇവിടെ സ്നാനം ചെയ്യരുത് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ധാരാളം പേരുടെ ജീവൻ ഇവിടെ ഇറങ്ങി നഷ്ടമായിട്ടുണ്ട്. സമയം 9 കഴിഞ്ഞിരിക്കുന്നു. കടകളെല്ലാം അടച്ചു. വഴികൾ വിജനമാണ്. വഴിയരികിലെ ഒരു മരത്തിനടിയിൽ പഞ്ചമുഖി ഹനുമാൻ പ്രതിഷ്ഠ. ഹോട്ടലിനു മുൻപിലാണ് പോലീസ് സ്റ്റേഷൻ. സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് നദി മുറിച്ച് കടക്കാനുള്ള തൂക്കുപാലത്തിലേക്കുള്ള വഴിയുള്ളത്. ഇന്നലെ രാത്രിയിൽ നമ്മൾ പോയ വഴിയാണിത്.
ഇടുങ്ങിയ വഴിക്കരികിൽ നിറയെ കടകളാണ്. കടകൾ തുറന്നു വരുന്നതേയുള്ളൂ. ഇതിലെ ഒരു 10-15 മിനിറ്റ് നടന്നാൽ ഭാഗീരഥി കടക്കാനുള്ള പാലത്തിലേക്ക് എത്താം. വഴിയരികിലെ മതിലിൽ ഉത്തരാഖണ്ഡിലെ സാംസ്കാരിക രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. ഇക്ഷ്വാകു വംശത്തിലെ സഗര മഹാരാജാവ് ഒരു അശ്വമേധയാഗം നടത്തി. ഇന്ദ്രൻ കുതിരയെ മോഷ്ടിച്ച് പാതാളത്തിൽ തപസ് ചെയ്യുകയായിരുന്ന കപിലമുനിയുടെ ഗുഹയിൽ കെട്ടിയിട്ടു. സഗരന്റെ 60,000 പുത്രന്മാർ കുതിരയെ അന്വേഷിച്ച് നടന്ന് അവസാനം പാതാളത്തിലെ കപില മഹർഷിയുടെ തപസ്ഥലത്തെത്തി. മുനിയാണ് മോഷ്ടിച്ചതെന്ന് കരുതിയ അവർ മുനിയുടെ തപസ്സിന് ഭംഗം വരുത്തി. തപസ്സിൽ നിന്നുണർന്ന മഹർഷിയുടെ തീക്ഷ്ണമായ കണ്ണുകൾ സഗരന്റെ 60,000 പുത്രന്മാരെയും ഭസ്മമാക്കി കളഞ്ഞു. മരണാനന്തര കർമ്മങ്ങൾ നടക്കാതെ അവരുടെ ആത്മാക്കൾ മോക്ഷം ലഭിക്കാതെ വലഞ്ഞു. സഗരന്റെ പൗത്രനായ അംശുമാൻ അതിനുള്ള പോംവഴി മുനിയോട് അപേക്ഷിച്ചു. സ്വർഗത്തിൽ നിന്നും ഗംഗയെ ഭൂമിയിലെത്തിച്ചാലേ മോക്ഷം ലഭിക്കൂ എന്നറിഞ്ഞ് തലമുറകൾ അതിനായി ശ്രമിച്ച് പരാജയമടഞ്ഞു. അവസാനം അംശുമാന്റെ പൗത്രൻ ഭഗീരഥൻ അയോധ്യയിലെ രാജാവായി. അദ്ദേഹം ഗംഗയെ കൊണ്ടുവരാൻ വർഷങ്ങൾ കഠിന തപസ്സനുഷ്ഠിച്ച് പ്രത്യക്ഷപ്പെടുത്തി. പക്ഷേ ഗംഗയുടെ ഒഴുക്കിനെ താങ്ങാനുള്ള കരുത്ത് പരമശിവനു മാത്രമേ ഉള്ളൂ എന്നതിനാൽ ശിവനെ തപസ് ചെയ്യാൻ ഗംഗ ഭഗീരഥനെ ഉപദേശിച്ചു. കഠിന തപം തുടർന്ന് ഭഗീരഥൻ ശിവനെയും പ്രത്യക്ഷനാക്കി. ശിവൻ തന്റെ ജടയിൽ ഗംഗയെ ഏൽക്കാമെന്ന് സമ്മതിച്ചു. പിന്നീട് വീണ്ടും ഗംഗയെ പ്രത്യക്ഷപ്പെടുത്തിയ ഭഗീരഥനായി ഗംഗ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ച് ശിവന്റെ ജടയിൽ അവതരിച്ചു. പക്ഷേ ഗംഗ ആ ജടകൾക്കിടയിൽ തന്നെ സഞ്ചരിച്ചു. ഭൂമിയിലേക്ക് ഒരു തുള്ളി പോലും എത്തിയില്ല. ഗംഗയ്ക്ക് തന്റെ പ്രവാഹശക്തിയിലുണ്ടായിരുന്ന അഹങ്കാരവും ശമിച്ചു. പക്ഷേ ഭഗീരഥന് വീണ്ടും ശിവനെ തപസ് ചെയ്യേണ്ടി വന്നു. സന്തുഷ്ടനായ പരമശിവൻ തന്റെ ജടാഭാരം ഒന്നഴച്ചു. അങ്ങനെ ഗംഗ ഭൂമിയിലേക്കൊഴുകി പാതാളത്തിലെ സഗരപുത്രന്മാരുടെ ചാരത്തെ തന്നിലേക്ക് സമാവേശിച്ചു. അവർക്ക് മോക്ഷപ്രാപ്തിയും ഉണ്ടായി. ഭഗീരഥന്റെ കഠിന പ്രയത്നത്താൽ എത്തിയ ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന പേര് ലഭിക്കുകയും ചെയ്തു. ആ ഭാഗീരഥിയാണ് താഴെ ഒഴുകുന്നത്. കഠിന പ്രയത്നങ്ങൾക്ക് ഭഗീരഥ പ്രയത്നം എന്ന പ്രയോഗവും നിലവിൽ വന്നു. വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ് എന്നിങ്ങനെ 5 പ്രയാഗകളാണ് ഉള്ളത്. അതിൽ അവസാനത്തേതാണ് ദേവപ്രയാഗ്. നാരദ തപോഭൂമിയായ രുദ്രപ്രയാഗ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. 2011 സെൻസസ് അനുസരിച്ച് 2144 ആയിരുന്നു ദേവപ്രയാഗിലെ ജനസംഖ്യ. 52% പുരുഷന്മാരും 48% സ്ത്രീകളും. നടന്ന് നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള പടവുകളിൽ എത്തിയിരിക്കുന്നു. കുത്തനെയുള്ള പടികളാണ്. ത്രേതായുഗത്തിൽ രാവണനും കുംഭകർണനുമായി ജനിച്ച ജയവിജയന്മാരെ നിഗ്രഹിച്ച ശ്രീരാമനെ ബ്രഹ്മഹത്യാപാപം പിടികൂടി. അതിൽ നിന്നും മോചനം ലഭിക്കാൻ രാമൻ ഈ സ്ഥലമാണ്
പരമശിവനെ തപസ് ചെയ്യാനായി തിരഞ്ഞെടുത്തത്. ഭാഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന ഇവിടെ ഗംഗയോടൊപ്പം ഭൂമിയിലേക്കെത്തിയ 30 മുക്കോടി ദേവകൾ വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഇവിടം ദേവപ്രയാഗ് എന്നറിയപ്പെടുന്നു, അതായത് ദേവന്മാരുടെ സംഗമസ്ഥലം. അതുകൊണ്ടാണ് ശ്രീരാമൻ ഈ സ്ഥലം തന്നെ ശിവനെ തപസ് ചെയ്യാനായി തിരഞ്ഞെടുത്തത്. കഥകൾക്കിടയിൽ നമ്മൾ പടികൾ കയറി മുകളിലെത്തി. ചെറിയൊരു ആയാസമാർന്നതാണ് ഈ കയറ്റം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ രഘുരാമനാണ്. ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെയും ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പ്രധാന ക്ഷേത്രത്തിന് ഇടതുവശത്തായുള്ള അന്നപൂർണേശ്വരി പ്രതിഷ്ഠയാണിത്. പ്രധാന ക്ഷേത്രത്തിന്റെ പുറംവശമാണ് ഈ കാണുന്നത്. കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ്. മുകളിൽ മകുടത്തിനു ചുറ്റും മരം കൊണ്ടുള്ള പണികളുമുണ്ട്. ഉത്തരാഖണ്ഡിലെ ക്ഷേത്രങ്ങളുടെ പൊതുവായ ശൈലി ഇങ്ങനെയാണ്. ഇത്തരത്തിലുള്ള ശിഖരങ്ങളാണ് ഒട്ടുമിക്കവാറും ക്ഷേത്രങ്ങൾക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾ ഹിമാലയത്തിലെ ഭൂകമ്പങ്ങളെ അതിജീവിച്ച നിർമ്മാണ ശൈലി. ക്ഷേത്രത്തെ ഒന്ന് വലം വയ്ക്കുകയാണ്. ഇതാണ് പുറകുവശം. ശ്രീരാമചന്ദ്രന്റെ ഭക്തനായ ഹനുമാന്റെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. ഇവിടെ കുറച്ച് പഴയകാല നിർമ്മിതികൾ കാണാനുണ്ട്. ക്ഷേത്രത്തിന്റെ പുറകുവശത്തെ വാതിലാണിത്. ഇങ്ങനെ കല്ലുകൾ അടുക്കി വച്ചാണ് പരമ്പരാഗതമായി ഉത്തരാഖണ്ഡിലെ വീടുകളുടെ ഭിത്തികൾ പോലും ഉണ്ടാക്കുന്നത്. ക്ഷേത്രാങ്കണത്തിലെ ശിവകുടുംബ പ്രതിഷ്ഠയാണിവിടെ. ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിൽ, ഇങ്ങനെ ശിവലിംഗ പ്രതിഷ്ഠയോടൊപ്പം പാർവതി ദേവിയുടെയും കാർത്തിക് സ്വാമിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠകൾ കാണാം. ഭക്തർ സ്വയം തന്നെ ശ്രീകോവിലിൽ കടന്ന് ആത്മസാക്ഷാത്കാരത്തിനായി പൂജകൾ ചെയ്യുന്നു. ആർക്കും ക്ഷേത്രത്തിലെത്തി പൂജകൾ ചെയ്യാം. സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളോ ജാതി വ്യത്യാസങ്ങളോ ഒന്നും തന്നെയില്ല. ബുദ്ധമതാധിപത്യത്തിൽ നിന്ന് സനാതന സങ്കല്പങ്ങളുടെ പുനരുത്ഥാനത്തിനും ക്ഷേത്രങ്ങളുടെ ജീർണോദ്ധാരണത്തിനുമായി ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് മഠങ്ങൾ സ്ഥാപിച്ച ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠയാണിത്. ശ്രീരാമചന്ദ്രൻ
ബ്രഹ്മഹത്യാ പാപമോചനത്തിനായി പരമശിവനെ തപസ് ചെയ്തത് ഈ ശിലയിൽ ഇരുന്നു കൊണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കല്ലുകൾ കൊണ്ട് തൂണുകൾ നാട്ടി, മരപ്പലകകൾ കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച് മുകളിൽ പിച്ചളപ്പാളികൾ മേഞ്ഞ മണ്ഡപം. ഇദ്ദേഹമാണ് ക്ഷേത്രത്തിലെ പൂജാരി. ക്ഷേത്രത്തിനകത്ത് ചിത്രീകരണം സാധ്യമല്ല. രാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ ഇവരുടെ മൂർത്തികളാണ് പ്രധാന മണ്ഡപത്തിൽ. ഒരു വശത്തായുള്ള കോദണ്ഡരാമ വിഗ്രഹമാണ് ഈ കാണുന്നത്. മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡന്റെ പ്രതിഷ്ഠയാണിവിടെ. കശ്യപന്റെയും വിനതയുടെയും പുത്രനായ ഗരുഡൻ തർക്ഷ്യനെന്നും വൈനതേയനെന്നും അറിയപ്പെടുന്നു. ആ ഗരുഡന്റെ സംരക്ഷണയിൽ സുഖമായി ഉറങ്ങുന്ന ശ്വാനൻ. തണുപ്പുകാലമായതിനാൽ സന്ദർശകരുടെ തിരക്ക് വളരെ കുറവാണിപ്പോൾ. വളരെ കുറച്ചുപേർ മാത്രമേ ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന് എത്തിയിട്ടുള്ളൂ. ത്രേതായുഗത്തിലെ സ്മരണകൾ ഉറങ്ങുന്ന ക്ഷേത്രാങ്കണം. ഒരിക്കൽ ജഗദ്ഗുരുവായ ആദിശങ്കരൻ ശിഷ്യന്മാരോടൊത്ത് കാശിയിൽ സഞ്ചരിക്കവേ ഒരു ചണ്ടാലൻ വഴിയിൽ കണ്ടുമുട്ടി. വഴിമാറാൻ ആവശ്യപ്പെട്ട ശങ്കരനോട് പുറത്തു കാണുന്ന ഞാനാണോ അകത്തുള്ള ഞാനാണോ വഴി മാറേണ്ടതെന്ന് ചണ്ടാളൻ ചോദിച്ചു. പകച്ചുപോയ ശങ്കരൻ ചണ്ടാളന്റെ കാൽക്കൽ വീണ് ജ്ഞാനത്തിലൂടെ വന്നു ഭവിച്ച അഹങ്കാരതിമിരം മാറ്റി യഥാർത്ഥ രൂപം കാട്ടിത്തരുവാൻ അപേക്ഷിച്ചു. ശങ്കരനു മാത്രമായി ചണ്ടാളൻ തന്റെ ശിവരൂപദർശനം നൽകി. അന്നു മുതൽ ഉച്ചനീചത്വങ്ങൾ വെടിഞ്ഞ ആ ശങ്കരൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ജാതി വ്യവസ്ഥയ്ക്ക് ഒരു സ്ഥാനവുമില്ല. ആർക്കും വന്ന് സ്വയം ഭഗവാനെ പൂജിക്കാം. ശങ്കരഗുരുവിന്റെ ദർശനമാണ് അദ്വൈതം. ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഒന്നു തന്നെയാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, അതായത് ബ്രഹ്മം ഞാൻ തന്നെ. ക്ഷേത്രത്തിനകത്തും ഇവിടെ പുറത്തുമായി തമിഴിൽ ശ്ലോകങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാവിഷ്ണുവിന്റെ തന്നെ മറ്റൊരു അവതാരമായ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയാണിവിടെ. ഇതാണ് പൂജാരിയുടെ വാസസ്ഥലം. പുരാണങ്ങളിൽ പറയുന്ന സ്ഥലങ്ങളെല്ലാം യഥാർത്ഥത്തിൽ തന്നെ കാണാനുണ്ട്. രാമനെയും ശങ്കരഗുരുവിനെയും മനസ്സിൽ സ്മരിച്ചു. ഭഗവാനെ ഉയരുണർത്തുന്ന ഒരാളാണ്. ഇത്തരത്തിൽ പലരും ഇവിടെ ജീവിക്കുന്നു. ക്ഷേത്രാങ്കണത്തിന് വെളിയിലായി ഇങ്ങനെ ഒരു മണ്ഡപമുണ്ട്. ആഘോഷങ്ങൾ ഇവിടെയാണ് നടത്തപ്പെടുന്നത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഇനി താഴെ സംഗമസ്ഥാനത്തെത്തണം.
സ്വച്ഛന്തം വിഹരിക്കുന്ന ഒരമ്മയും മകനും. പടികളിറങ്ങി താഴേക്ക് വരവേ ഒരു പഴയകാല നിർമ്മിതി കണ്ടു. കൂറ്റൻ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഇത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നു പോയിരിക്കുന്നു. ഇതിനു ചുറ്റും വാസസ്ഥലങ്ങളാണ്. കുട്ടികൾ പടികൾ കയറി സ്കൂളിലേക്ക് പോകുന്നു. കടകളും തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ഗംഗാജലത്തിനുള്ള പാത്രങ്ങളും മറ്റു പൂജാദ്രവ്യങ്ങളുമുള്ള കടയാണ്. ഒരു രുദ്രാക്ഷമാലയും ക്രിസ്റ്റൽ മാലയും വാങ്ങി. തൊട്ടടുത്ത് ഒരു മിഠായി കടയാണ്. പാൽ മിഠായി എന്നാണ് വെളുത്ത മിഠായിയുടെ പേര്. ഒരു പാലുൽപ്പന്നമാണ്. നല്ല മധുരമുണ്ട്, സ്വാദുമുണ്ട്. और वो वाला क्या है पत्ते में? वो यहाँ की मिठाई है सर, यहाँ की है और सिंदूरी कहते हैं सर। अच्छा, टेस्ट क्या रहता है? मावे की होती है और उसमें पत्ते का फ्लेवर आता है। एक तरफ से पेड़ा मारो, पेड़े पे पत्ते का फ्लेवर आता है। अच्छा, एक दे दीजिए। यहाँ का लोकल पत्ता होता है। കുറച്ച് മിഠായി വാങ്ങി. അപ്പോഴതാ നമ്മുടെ നാട്ടിലെ കുമ്പിളപ്പം പോലെയുള്ള ഒരു മിഠായി. ഇതും പാലുൽപ്പന്നമാണ്. ഇല കൊണ്ട് പൊതിഞ്ഞ് വേവിച്ചെടുക്കുന്നതിനാൽ ഇലയുടെ സ്വാദുമുണ്ട്. സിംഗൂരി എന്നാണ് ഇതിന്റെ പേര്. नाम क्या है इसका? इसका सर, इसका नाम सिंगोरी है सर। सिंगोरी। 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 हाँ, सिंगोरी। आड़ा बोले फिर। हाँ, पत्ते का टेस्ट भी आता है। हाँ हाँ, पत्ते का टेस्ट है। जितना पुराना होगा മരച്ചുവട്ടിൽ ഇങ്ങനെ ചില മൃഗരൂപങ്ങളും കാണാനുണ്ട്. നദീ സംഗമസ്ഥാനത്തേക്കുള്ള വഴിയാണിത്. ഇനി പടികളിറങ്ങി താഴേക്കെത്തണം. ഇവിടെയും ഒരു സ്കൂളുണ്ട്. പ്രൈമറി സ്കൂളാണ്. ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഒരു ശിവപ്രതിഷ്ഠ ഇവിടെയുമുണ്ട്. രാമായണത്തിലെ രംഗങ്ങൾ ചായങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്നു. വീണ്ടും താഴേക്ക് പടികളിറങ്ങിയാൽ ഇവിടെ ബെഞ്ചുകളിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മദ്യപാനം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. 5000 രൂപയാണ് പിഴ. ഇവിടെ പാദരക്ഷകൾ അഴിച്ചുവെച്ച് വേണം താഴെ ഇറങ്ങാൻ.
ഹനുമാൻ ശില എന്നാണ് ഈ ശില അറിയപ്പെടുന്നത്. ശ്രീരാമന്റെ പാദചിഹ്നങ്ങളാണ് ഈ ശിലയിൽ കാണപ്പെടുന്നതെന്നാണ് വിശ്വാസം. ശ്രീരാമ പട്ടാഭിഷേക ശേഷം ഹിമാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ ഹനുമാൻ ഇവിടെ ധ്യാനനിരതനായി ഇരുന്നു എന്ന് കരുതപ്പെടുന്നു. വീണ്ടും താഴേക്ക് ഇവിടെ ചങ്ങലകൾ ബന്ധിച്ചിരിക്കുന്നത് കാണാം. ഇതിൽ പിടിച്ച് നദിയിൽ സ്നാനത്തിനിറങ്ങാൻ വേണ്ടിയാണിത്. ഗംഗാദേവിയുടെ ഒരു പ്രതിഷ്ഠയുമുണ്ട്. ഗംഗോത്രി ഹിമാനികളിൽ നിന്നുദ്ഭവിക്കുന്ന ഭാഗീരഥി 25 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഗോമുഖിലൂടെയാണ് പുറത്തേക്ക് ഒഴുകുന്നത്. 205 കിലോമീറ്റർ ഒഴുകി പല പോഷക നദികളെയും തന്നിലേക്ക് ആവാഹിച്ച് ദേവപ്രയാഗിലെത്തുന്ന ഭാഗീരഥി രുദ്രപ്രയാഗിൽ നിന്ന് വരുന്ന അളകനന്ദയുമായി ചേർന്ന് ഗംഗയായി മാറുന്നു. ഇടതുവശത്തു നിന്ന് വരുന്ന നദിയാണ് അളകനന്ദ. ഹരിദ്വാറിലെത്തുന്ന ഗംഗ ഭാരതത്തിലെ പല സമതലങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിലെത്തുന്നു. ഉത്തർപ്രദേശ്, ബംഗാൾ, ബംഗ്ലാദേശ് അങ്ങനെ ഗംഗ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം പുരാണവുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നടന്നിരിക്കുന്നു. ഭാരത ചരിത്രത്തിൽ ഗംഗയ്ക്ക് വളരെ പ്രധാന പങ്കാണുള്ളത്. ദേവപ്രയാഗിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഈ ഗുഹയ്ക്കകത്ത് ഒരു ശിവലിംഗ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അത് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. അതിനുശേഷം പ്രതിഷ്ഠിച്ചതാണ് ഇപ്പോൾ കാണുന്നത്. ഈ കാണുന്ന വിടവിലൂടെ ഭാഗീരഥി ഇടയ്ക്ക് കയറി വന്ന് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്നു. ദശരഥ പർവ്വതമെന്നാണ് ഈ മല അറിയപ്പെടുന്നത്. ശ്രീരാമൻ അച്ഛനായ ദശരഥന്റെ ബലിതർപ്പണം ഇവിടെയാണ് ചെയ്തത്. ഈ ഗുഹയിൽ ഗരുഡൻ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. ഈ ഗരുഡ ഗുഹയിൽ കുറച്ചുനേരം ധ്യാനത്തിലിരുന്നാൽ ഏകാഗ്രത കൂടുമെന്നാണ് പറയപ്പെടുന്നത്. സുഭാഷ് ഗ്യാനി എന്ന ഈ പണ്ഡിതൻ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ബ്രാഹ്മണനാണ്. ആന്ധ്രയിൽ നിന്നും ശങ്കരാചാര്യർ കൊണ്ടുവന്നതാണ് ഇദ്ദേഹത്തിന്റെ പൂർവികരെ. കുറെ നേരം ഇദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ആത്മസത്ത തേടിയുള്ള യാത്രകളിൽ ഇങ്ങനെ യാദൃശ്ചികമായി പല ജ്ഞാനികളെയും ഭാഗ്യവശാൽ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടുണ്ട്. തിരിച്ചു പോവുകയാണ്. കടകളെല്ലാം സജീവമായി കഴിഞ്ഞിരിക്കുന്നു. പലതരം സാധനങ്ങൾ വിൽക്കുന്ന തെരുവ്. ടൂറിസ്റ്റുകളുടെ വരവിൽ നിന്നുള്ള വരുമാനത്തിൽ എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നു. ഉത്തരാഖണ്ഡിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ടൂറിസം. ഭാഗീരഥി മുറിച്ചു കടക്കുമ്പോൾ ഭഗീരഥന്റെ നിശ്ചയദാർഢ്യത്തെ പറ്റിയാണ് ആലോചിച്ചത്. കഥകളും പുരാണങ്ങളും നമ്മെ ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിക്കുന്നു. പ്രയത്നത്തിലൂടെയാണ് വിജയം ഉണ്ടാകുന്നതെന്ന അറിവ് പകർന്നു തരുന്നു. കർമ്മോത്സുകരാകാൻ നമ്മെ പഠിപ്പിക്കുന്നു. 60 കിലോയോളം ഭാരവുമായി കുത്തനെയുള്ള കയറ്റം കയറിപ്പോകുന്ന ഈ മധ്യവയസ്കൻ ഇവിടങ്ങളിലെ ജനങ്ങളുടെ കായികശേഷി പറഞ്ഞു തരുന്നു. ആരെയും ശ്രദ്ധിക്കാതെ ചവിട്ടുപടിയിൽ
വെയിൽ കാഞ്ഞു കിടക്കുന്ന ഒരു ശ്വാനൻ. ആ മലമുകളിൽ കാണുന്നതാണ് സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി. തിരിച്ച് ഹോട്ടലിലെത്തി. 11 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. ഇനി മടക്കയാത്ര. വീണ്ടും യാത്ര. ഋഷികേശ് കഴിഞ്ഞ് ഹരിദ്വാറിലെത്തണം. പാലാഴിമഥനത്തിൽ ഉയർന്നുവന്ന കാളകൂടം പോലെ ആത്മസത്ത തേടിയുള്ള ഈ യാത്രയിൽ ജ്ഞാനമെന്ന അമൃതിനായി മനസ്സിനെ മന്ഥനം ചെയ്യുമ്പോൾ ഉയർന്നുവരുന്ന അഹങ്കാരമെന്ന കാളകൂടം, അതിനെ ജീവാത്മാവായ പരമശിവൻ കണ്ഠത്തിൽ തന്നെ നിർത്തണേ എന്നാണ് ഇപ്പോൾ പ്രാർത്ഥന. അത് ഹൃദയത്തിലെത്തിയാൽ സർവനാശമാണ് ഫലം. പുറത്തേക്ക് വന്നാൽ പരുഷമായ വാക്കുകളായി മറ്റുള്ളവരെ വേദനിപ്പിക്കും. അതിനാൽ കണ്ഠത്തിൽ തന്നെ അടക്കാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ. ഇനി ഹരിദ്വാറിൽ ദീപൻ പ്രതിഷ്ഠിച്ച ശിവലിംഗ പ്രതിഷ്ഠയുടെ ഇപ്പോഴത്തെ രൂപവും രാത്രിയിലെ ഹരിദ്വാർ കാഴ്ചകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓം നമഃ ശിവായ.